നമസ്കാരം. സമക്ഷത്തിൽ ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെക്കുറിച്ചാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നു കഴിഞ്ഞതിന് ശേഷം അതിനെ വിലയിരുത്തിക്കൊണ്ടും അത് സംബന്ധിച്ച വിമർശനങ്ങളും നിരീക്ഷണങ്ങളും കണക്കിലെടുത്തുകൊണ്ടും സമക്ഷം അഭിപ്രായം പറയുക പതിവാണ്. ഇത്തവണ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 14 തൊട്ട് ജനുവരി 20 വരെ മലപ്പുറത്ത് നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ വിഷയം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വിഷയം സംസ്ഥാനതല കലോത്സവം നടക്കുന്നതിന് മുമ്പ് പരാമർശിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സംസ്ഥാനതല കലോത്സവത്തിന് മുമ്പേ ഒരുപക്ഷെ ആഴ്ചകൾക്ക് ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് സംഭവിക്കാറുണ്ട് റവന്യൂ ജില്ലാ കലോത്സവം നടന്നു വരുന്ന ഒരു പശ്ചാത്തലമാണ്. തിരുവനന്തപുരം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ആരംഭിച്ച ദിവസം തന്നെ ചില കല്ലുകടി എന്ന് ലളിതമായി പറയാൻ പറ്റാത്ത വിധത്തിൽ സങ്കീർണമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതായത് അവിടെ സ്കൂൾ റവന്യൂ ജില്ലാ തലത്തിലുള്ള സ്കൂൾ കലോത്സവ പന്തലിൽ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യത്തിൽ ഉച്ചഭക്ഷണം വിളമ്പുന്ന നേരത്ത് ഭക്ഷണത്തിൽ ഒരു പുഴുവിനെ കണ്ടെന്നും അത് ക്യാമറയിൽ പകർത്താൻ ഒരു മാധ്യമപ്രവർത്തകൻ ശ്രമിച്ചതിനെ തുടർന്ന് അവിടെ അതിൻ്റെ സംഘാടനത്തിൽ ഉൾപ്പെട്ട ആളുകളും മാധ്യമ പ്രവർത്തകരും തമ്മിൽ ചില ഏറ്റുമുട്ടലുകൾ നടന്നു എന്നും പ്രേക്ഷകർ റിപ്പോർട്ടുകളിലും ദൃശ്യങ്ങളിലും കണ്ടിരിക്കുമല്ലോ. അതിൽ ഏതാനും മാധ്യമപ്രവർത്തകർക്കും ഏതാനും അധ്യാപകർക്കും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പരിക്കേറ്റത് മാധ്യമപ്രവർത്തകർക്കാണ്. പ്രത്യേകിച്ചും 3-4 ക്യാമറകൾ തകർന്നു. ക്യാമറകൾ പോകട്ടെ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വില വരുന്ന ക്യാമറകളാണ്. അത് വൻ സാമ്പത്തിക നഷ്ടമാണ്. പക്ഷേ ആ ഉച്ചഭക്ഷണ വിതരണത്തിന് ഉപയോഗിച്ചിരുന്ന സാമ്പാർ വിളമ്പാൻ ഉപയോഗിച്ചിരുന്ന വലിയ ഒരു ബക്കറ്റ് കൊണ്ട് തലക്കടിയേറ്റ് ഒരു മാധ്യമപ്രവർത്തകൻ ആശുപത്രിയിലാണ്. പരിക്ക് ഗുരുതരമാണെന്ന് അറിയുന്നു. മറ്റു ചില മാധ്യമപ്രവർത്തകർക്കും ഈ സംഘർഷത്തിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന മറുപക്ഷത്തുണ്ടായിരുന്ന അധ്യാപക സുഹൃത്തുക്കൾക്കും ഏതാനും അധ്യാപക സുഹൃത്തുക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇത് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നു തന്നെയാണ് നാം നിരീക്ഷിക്കേണ്ടത്. കാരണം ഇത്തിരി ഒരു പാകത എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടുന്ന സന്ദർഭങ്ങളാണ് ഇതൊക്കെ. കാരണം കൊച്ചുകുട്ടികൾ എന്ന് പറയാൻ പറ്റുകയില്ലെങ്കിലും UP തലം കഴിഞ്ഞ കുട്ടികൾ, അവർ വിദ്യാർത്ഥികളാണ്, നാളത്തെ പൗരന്മാരാണ്, നാളത്തെ സമൂഹത്തിൻ്റെ മാതൃക സൃഷ്ടിക്കാൻ നാം പ്രതീക്ഷിക്കുന്ന കുട്ടികളാണ്. അവരുടെ മുന്നിൽ വെച്ച് ഇതുപോലുള്ള അവസരത്തിൽ പൊരിഞ്ഞ തല്ല് നടത്താൻ പാടില്ല. ആ കാര്യത്തിൽ നമുക്ക് കൃത്യമായ നിശ്ചയം ഉണ്ടായേ പറ്റും. കാരണം എന്തായാലും പ്രകോപനം എന്തു തന്നെയായാലും സാമ്പാർ വിളമ്പാൻ ഉപയോഗിക്കുന്ന ബക്കറ്റ് എടുത്ത് ഒരു സഹജീവിയുടെ മറ്റൊരു മനുഷ്യൻ്റെ ശിരസിൽ പ്രഹരിക്കുക, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തലക്കടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ ഊഹിക്കാൻ പോലും പറ്റുകയില്ല. ചിലപ്പോൾ ആ ഒറ്റയടിക്ക് ഒരാളുടെ കഥ കഴിഞ്ഞു എന്നും വരും. അപ്പോൾ ഇതെല്ലാം ഏറെ സംയമനം ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളാണ്, സാഹചര്യങ്ങളാണ്. പ്രത്യേകിച്ചും കുട്ടികൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ അതിക്രമങ്ങളും ആക്രമണങ്ങളും കാണിക്കരുത്, നടത്തരുത്. ഇത് പറയുമ്പോൾ ക്ലാസ് റൂമിൽ വെച്ച് അധ്യാപകനെ കുട്ടികളുടെ കണ്ണിൽ മുന്നിൽ വെട്ടിക്കൊലപ്പെടുത്തിയ കരാളമായ അനുഭവം പോലും ഈ കേരളത്തിലുണ്ട്. ഇതുപോലെ നിരവധി സന്ദർഭങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ കാണെ അവിടെ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ടവർ തന്നെ രക്തം
ഒലിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളും കയ്യേറ്റങ്ങളും നടത്താറുണ്ട്. ചിലപ്പോൾ വളരെ അപൂർവമായെങ്കിലും ചില സന്ദർഭങ്ങളിൽ അധ്യാപക സംഘടനകൾ സമരമുഖത്ത് സമരം ചെയ്യുന്നവരും ചെയ്യാത്തവരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ രംഗത്തും ഇത്തിരി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് കുട്ടികൾ കണ്ടുകൊണ്ടുള്ള സാഹചര്യം കുറവാണ്. സാധാരണ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും അതുപോലെയുള്ള സന്ദർഭങ്ങളിലുമാണല്ലോ ഇത്തരം സമര പോരാട്ടങ്ങളും അതിനുള്ള എതിർ നിരകളും ഉണ്ടാകുന്നത്. പക്ഷേ ഈ കലോത്സവ സാഹചര്യത്തിൽ ഇത്തരം ഹിംസാത്മകമായ അക്ഷമത, അസഹനീയത, അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ പാടില്ല. ആരായാലും ശരി, അത് നമ്മുടെ ഒരു പൊതുവായ ധാരണയുടെയും ജാഗ്രതയുടെയും ഭാഗമായി പാലിക്കപ്പെടേണ്ടുന്ന ഒരു അച്ചടക്കമായിരിക്കണം. ഭക്ഷണത്തിൽ ഒരു പുഴുവിനെ കണ്ടാൽ തീർച്ചയായും ഈ സമീപകാലത്ത് നൂറുകണക്കിന് ഹോട്ടലുകൾ അത്തരം കാര്യങ്ങൾക്ക് പൂട്ടി നിയമ നടപടിക്ക് വിധേയമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതിൽ വലിയ ഒരു വാർത്താ പ്രാധാന്യമുണ്ട്. ചിലർ പിറ്റേത്തെ ദിവസം ഈ സംഭവത്തെ തുടർന്ന് അവിടെ കണ്ട ചില പോസ്റ്ററുകൾ, ആ പോസ്റ്ററുകൾ അധ്യാപക ഐക്യവേദിയുടെ പേരിലാണെന്ന് കേൾക്കുന്നു. അപ്പോൾ ആ പോസ്റ്ററുകളിൽ ഈ പുഴുവിനെ അവിടെ ഇലയിൽ കാണത്തക്ക രീതിയിൽ സാങ്കേതികമായി കൃത്രിമം നടത്തി ഒരു ചിത്രമെടുത്തതാണ് എന്ന് വരുത്തിക്കൂട്ടുന്ന രീതിയിലുള്ള ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ ഉണ്ടത്രേ ആ ഒരു ഫ്ലക്സ് ബോർഡിൽ അല്ലെങ്കിൽ ഒരു പരസ്യ പലകയിൽ. യഥാർത്ഥത്തിൽ അത്രയൊക്കെ കടന്ന് ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ ഈ ഒരു കലോത്സവത്തെ തകർക്കാൻ വേണ്ടി സാങ്കേതിക സാധ്യതയുടെ അങ്ങേയറ്റത്ത് പോയി കൃത്രിമം നടത്തുമെന്ന് വിചാരിക്കാൻ മാത്രമുള്ള മൗഢ്യം നമുക്കുണ്ടോ? ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയിലെ സഹപ്രവർത്തകർ അവരുടെ ഭാഗത്ത് ഒരു ന്യായം കണ്ടെത്തുവാനുള്ളൊരു ശ്രമമൊന്നുമല്ല സമക്ഷത്തിൽ ഇപ്പോൾ ജയ്ഹിന്ദിൻ്റെ ഭാഗത്ത് നടത്തുന്നത്. മറിച്ച് ഇത്തരം കാര്യങ്ങൾ സംയമനത്തോടുകൂടി ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്താൽ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് സമ്മേളന വേദിയിൽ വെച്ച് അവസാനത്തെ ദിവസം ആ സ്വർണ്ണക്കപ്പ് 117.5 പവൻ്റെ സ്വർണ്ണക്കപ്പാണ്. ആ കപ്പ് യഥാർത്ഥത്തിൽ അവിടെ സമ്മാനിച്ച വേളയിൽ അതിൻ്റെ ചിത്രം ഞങ്ങൾക്കാദ്യം എടുക്കണം എന്ന വാശിയോടുകൂടി തീർച്ചയായും ദൃശ്യമാധ്യമ ചാനലുകളുടെ പ്രവർത്തകന്മാർ ഞാൻ മുന്നിൽ, സംസ്കൃതത്തിലോ അതുപോലെ ആലങ്കാരികമായി പറഞ്ഞാൽ ആഹാം ഈഹായ അവിടെ ഇടിച്ച് കയറി തൊഴിച്ച് നിന്നപ്പോൾ ആ കപ്പ് സ്വീകരിക്കുന്നതും ആ കപ്പ് നൽകുന്നതുമായ ആളുകൾക്കിടയിൽ വലിയ തള്ളലുണ്ടാവുകയും കപ്പ് നിലത്ത് വീഴുകയും ചിലപ്പോൾ ചില കേടുപാടുകളൊക്കെ പറ്റുകയും ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ. അതുകൊണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള കപ്പല്ല കൊടുക്കുന്നത്, കപ്പിൻ്റെ മാതൃകയിൽ ഒരു കപ്പ് കൊടുക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തും ചില സംയമനങ്ങൾ